സംസ്ഥാനത്തെ നഗര ഗ്രാമ വീഥികളാകെ അമ്പാടികളായി മാറിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭായാത്രകൾ തുടങ്ങി. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരുമെല്ലാം തെരുവീഥികൾ കീഴടക്കിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങളുമായി അരുൺ പാറക്കൽ, ആൻ മരിയ സണ്ണി, വിഷ്ണു സുരേഷ്, നിഖിൽ പ്രമേഷ്, MG പ്രതീഷ്, റാഫി കരീം, ലാൽ കൃഷ്ണ, വിപിൻ C വിജയൻ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി. ആദ്യം അരുൺ പാറക്കലിലേക്കാണ്. അരുൺ, കാസർഗോഡ് ബോവിക്കാനത്ത് നിന്നാണ് തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, അവിടെ എങ്ങനെയാണ് ശോഭായാത്രയ്ക്ക് തുടക്കമായോ? വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഇവിടെ ശോഭായാത്രയ്ക്ക് തുടക്കമായിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് ബോവിക്കാനത്താണ്. ബോവിക്കാനം ഒന്നാകെ അമ്പാടി ആയിട്ടുണ്ട്. ഗ്രാമനഗര വീഥികളിലൊക്കെ തന്നെ കൃഷ്ണന്മാരും അതുപോലെ തന്നെ ഗോപികമാരൊക്കെ ഇങ്ങനെ നിരത്തുകൾ കീഴടക്കിയിട്ടുണ്ട്. ആ കുഞ്ഞു കൃഷ്ണന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പേരെന്താ? കൃഷ്ണന്റെ പേരെന്താ? ഇങ്ങനെ ഒരുപാട് കൃഷ്ണന്മാരും ഗോപികമാരൊക്കെ ഈ നിരത്തുകൾ കീഴടക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ നിരത്തിന് ഇരുവശവും ഈ വേഷവിധാനങ്ങൾ കാണാൻ, അതായത് കൃഷ്ണന്മാരെയും ഗോപികമാരെയും കാണാൻ, ടാബ്ലോകൾ കാണാൻ ഒരുപാട് ആളുകൾ ഈ ബോവിക്കാനം നഗരം ഒന്നാകെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആകെ ഇങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ വേഷങ്ങളും ടാബ്ലോകളും ഒക്കെ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ക്യാമറ ഒന്ന് നേരെ മുന്നിലേക്ക് കാണിച്ചാൽ അവിടെ ദൃശ്യങ്ങളിൽ വാദ്യഘോഷങ്ങളും അതുപോലെ തന്നെ ടാബ്ലോകളുമായി ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ബോവിക്കാനത്താണ്. കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെ 166 കേന്ദ്രങ്ങളിലാണ് ഈ ശോഭായാത്രകൾ നടത്തുന്നത്. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ നടത്തുന്നത്. കാഞ്ഞങ്ങാട് 110 കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ നടത്തുന്നുണ്ട്. ഇവിടെ ബോവിക്കാനം അതുപോലെ തന്നെ കുമ്പള, ബദിയടുക്ക കേന്ദ്രങ്ങളിലൊക്കെ തന്നെ 56 സ്ഥലങ്ങളിലാണ് ശോഭയാത്രകൾ നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബോവിക്കാനത്ത് നിന്ന് മല്ലം ക്ഷേത്രത്തിലേക്കാണ് ശോഭായാത്ര പോകുന്നത്. വളരെ വിപുലമായി ആഡംബരമായി അവർ ഇങ്ങനെ ശോഭായാത്ര ഇറങ്ങിയിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിൽ നിന്നാണ് ബോവിക്കാനം ടൗണിലേക്ക് 4 ശോഭയാത്രകൾ സംഗമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ശോഭായാത്ര അവിടെ നിന്ന് മല്ലം ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അനൂജ, അതാണ് കാസർഗോഡ് ബോവിക്കാനത്ത് നിന്നുള്ള വിവരങ്ങളാണ് അരുൺ പാറക്കൽ പങ്കുവച്ചത്. അവിടെ എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ഗോപികമാരെ കൊണ്ടും ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് ശോഭായാത്രകൾ അത് ഒരുമിച്ച് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും എന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. MG പ്രതീഷ് ഉണ്ട് വിവരങ്ങളുമായി. പ്രതീഷ് ഉള്ളത് PMG ജംഗ്ഷനിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? അവിടെയും ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാരും ഒക്കെയായി അങ്ങനെ വീഥികൾ നിറഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? അനുജ, തിരുവനന്തപുരത്തെ മനോഹര കാഴ്ചകളാണ്. തിരുവനന്തപുരം നഗരം ഒന്നടങ്കം ഈ കഴിഞ്ഞ കുറച്ച് സമയമായി മനോഹരമായ ദൃശ്യങ്ങളാണ്. കാരണം ഉണ്ണിക്കണ്ണന്മാരും രാധമാരും കൊണ്ട് ഒരു അമ്പാടിയായി തീർന്നിരിക്കുന്നു തിരുവനന്തപുരം നഗരം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി കണ്ണന്മാരെ, പ്രായ വ്യത്യാസമില്ലാതെ കണ്ണന്മാരെല്ലാം തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ അണി നിരന്നിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ശോഭായാത്ര ഇവിടെ ആരംഭിച്ചത്. പല ഭാഗങ്ങളിൽ നിന്ന് കണ്ണന്മാരും രാധികമാരും തിരുവനന്തപുരം നഗരത്തിൽ ഒത്തുചേർന്നിരിക്കുന്നു. വിവിധ കലാപരിപാടികളൊക്കെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നുണ്ട്. രാധികമാരുടെ നൃത്തവും കണ്ണന്മാരുടെ വാദ്യമേളങ്ങളും ഒക്കെ തന്നെ അത്രത്തോളം സമൃദ്ധമാണ് തിരുവനന്തപുരം നഗരത്തിൽ ശോഭായാത്ര. ഞാനിപ്പോൾ ഉള്ളത് ഈ പാളയം പാളയത്തിന് സമീപമുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ ആഘോഷത്തിലാണ് ഉണ്ണിക്കണ്ണന്മാർ. അത്രത്തോളം അവർ കാത്തിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഏറ്റവും മനോഹരം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മഹാശോഭയാത്രയാണ്. ആ മഹാശോഭായാത്രയാണ് തിരുവനന്തപുരം നഗരത്തിൽ പുരോഗമിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ഉണ്ണിക്കണ്ണന്മാർ നൃത്തം ചെയ്യുകയും അവർ ഈ തിരുവനന്തപുരം നഗരത്തിലൂടെ മഹായാത്രയായി പോവുകയാണ്. ഈ തിരുവനന്തപുരം പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. കിഴക്കേക്കോട്ട ഗണപതി ക്ഷേത്രത്തിലാണ് ഈ യാത്ര പുരോഗമിക്കുന്നത്. അനുജ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വച്ച ചില കണ്ണന്മാരും ഒക്കെ തന്നെ ഈ നഗരത്തിൽ ഉണ്ട്. അത്രത്തോളം വലിയ ആഘോഷമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം തിരുവനന്തപുരം നഗരം മുഴുവൻ ഉണ്ണിക്കണ്ണന്മാരെയും രാധമാരെയും കൊണ്ട് നിറയും. അത്രത്തോളം ആളുകൾ എല്ലാം തന്നെ ഇവിടെ
എത്തിയിട്ടുണ്ട്. ഒപ്പം ഇത് വീക്ഷിക്കാനായി ആയിരങ്ങളാണ് ഈ പല ഭാഗങ്ങളിൽ നിന്നായി തിരുവനന്തപുരം നഗരത്തിലെത്തിയത്. കാരണം ഈ ഓണം കഴിഞ്ഞുള്ള ആ ഒരു ഘോഷയാത്രയ്ക്ക് പിന്നാലെയാണ് ഈ മഹാ ശോഭായാത്ര നടക്കുന്നത്. അത് വീക്ഷിക്കാനും ഈ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ തന്നെ കൺകുളിർക്കെ കാണാനുമായി ആയിരങ്ങളാണ് ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ളത്. MG റോഡ് മുഴുവൻ ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ടും രാധമാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇനി ഈ റോഡ് ഇനി കുറച്ച് മണിക്കൂറുകൾ MG റോഡ് ഉണ്ണിക്കണ്ണന്മാരുടെയും രാധമാരുടെയും കൂടിയാണ്. അവരുടെ ആഘോഷങ്ങൾ സാക്ഷിയാകുന്ന ഒരു വേദി കൂടിയായി MG റോഡ് മാറുകയാണ്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ വളരെ വലിയ രീതിയിലാണ് ഈ മഹാശോഭായാത്ര പുരോഗമിക്കുന്നത്. കിഴക്കേക്കോട്ട ഗണപതി ക്ഷേത്രത്തിലെത്തി മഹാആരതിയോടുകൂടിയാണ് ഈ ശോഭായാത്ര അവസാനിക്കുക. എന്തായാലും വളരെ ഈ പതുക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്ര നീളുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 മണിക്കൂറിലധികം എടുക്കും ഈ യാത്രകളൊക്കെ തന്നെ കിഴക്കേക്കോട്ടയിൽ സമാപിക്കാൻ. അനുജ, അതാണ് സംസ്ഥാനത്തെമ്പാടും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വീഥികളാകെ ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ടും ഗോപികമാരെ കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. പല പ്രായത്തിലുള്ള ഉണ്ണിക്കണ്ണന്മാരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. തീരെ ചെറിയ കണ്ണന്മാരുൾപ്പെടെയുണ്ട്. കൂടാതെ കാർവർണ്ണന്മാരെ കാണാൻ കഴിയുന്നുണ്ട്, ഗോപികമാരുണ്ട്. അതും വിവിധ പ്രായത്തിലൊക്കെയുള്ള ഗോപികമാരെയും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശോഭായാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ, ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശോഭായാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് അമ്പാടിയായി നിരത്തുകൾ മാറുന്നു എന്നതാണ്, ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, നേരത്തെ മേജർ രവി ഇതിൻ്റെ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. അതോടെ ശോഭായാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. എന്താണ് കൊച്ചി നഗരത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ച? അനുജ, എറണാകുളത്ത് കൊച്ചി നഗരത്തില് ശോഭായാത്രയ്ക്ക് തുടക്കമായിട്ടുണ്ട്. പല പ്രദേശത്തു നിന്നുള്ള ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഒക്കെ എറണാകുളം ടൗൺ ഹാളിലേക്ക് സംഗമിച്ചു. പിന്നെ അവിടെ നിന്ന് ശോഭായാത്ര ഒരു ഘോഷയാത്രയായിട്ട് ജോസ് ജംഗ്ഷനിലേക്ക് എത്തി. അവിടെ നിന്നായിരിക്കും മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ചില ഇടങ്ങളിൽ നിന്ന് ഉള്ള ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരുമാണ് ഈ ടൗൺ ഹാളിലേക്ക് എത്തിയത്. ബാക്കിയുള്ളവരെല്ലാം ജോസ് ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്ന് മഹാശോഭയാത്രയായിട്ട് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. മേജർ രവി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷമുള്ള മഹാശോഭയാത്രയാണ് നമ്മൾ കാണുന്നത്. ആദ്യമൊക്കെ നമ്മൾ കാണിച്ചതാണ് കുഞ്ഞിക്കണ്ണന്മാർ മുതൽ വലിയ കണ്ണൻ, അതായത് പ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ നിരവധിയായിട്ടുള്ള ആളുകളാണ് പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് എത്തിയിരിക്കുന്നത്. വർഷങ്ങളായിട്ട് കൃഷ്ണന്റെ വേഷം കെട്ടുന്ന ആളുകളുണ്ട്, ഗോപിക വേഷം കെട്ടുന്ന ആളുകളുണ്ട്, നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ എറണാകുളം നഗരം മുഴുവനായിട്ട് ഈ അമ്പാടി കണ്ണന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ കാഴ്ചയാണ്, അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചിലരൊക്കെ കുഞ്ഞിക്കണ്ണന്മാരാണ്. ഈ 6 മാസമൊക്കെ തികഞ്ഞിട്ടുള്ള കുഞ്ഞിക്കണ്ണന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ അമ്മയുടെ മടിയിലൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് പാല് കുടിക്കുന്ന രസകരമായിട്ടുള്ള കാഴ്ചകളും പിന്നെ അവരുടെ ചെറിയ ചെറിയ കുസൃതികളും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹലോ, എന്താ പേരെന്താ? ഇത് എവിടേക്കാ പോകുന്നത്? എങ്ങോട്ടാ? കണ്ണന്റെ പോക്കെങ്ങോട്ടാ? എന്തൊക്കെയോ കണ്ണം പറയുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നില്ല. കുറെ പേര് നിൽപ്പുണ്ട്. എന്താ പേരെന്താ? എവിടുന്നാ വരുന്നേ? എവിടേക്കാ ഈ പോക്കെങ്ങോട്ടാ? ഇതെല്ലാരും ഒത്തിരി കണ്ണന്മാരുണ്ടല്ലോ. കൊച്ചിനെ പോലെ തന്നെ വേഷം കെട്ടിയേക്കുന്നത്. എല്ലാരും എവിടെ പോവാ? എനിക്കറിയത്തില്ല എവിടെ പോവാതെ. എന്നോട് വേഷം കെട്ടാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കെട്ടിയതൊക്കെ. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൃഷ്ണന്റെ വേഷം കെട്ടിയിട്ട് കുറെ ആളുകൾ, ഇത് പെൺകുട്ടികളൊക്കെയാണ് കൃഷ്ണ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പേരെന്താ? അവന്തിക. എല്ലാ വർഷവും കെട്ടാറുണ്ടോ? രാധയുടെ വേഷം. ആദ്യമായിട്ടാ കൃഷ്ണന്റെ വേഷം. അതെ, ആദ്യമായിട്ട് കൃഷ്ണന്റെ രൂപത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. അതാണ് അതെ കൃഷ്ണന്റെ ഒപ്പം തന്നെ കൃഷ്ണന്റെ രാധയും ഉണ്ട് കൂടെ. രാധയുടെ പേരെന്താ? അപ്സര. രാധയുടെ പേരെന്താ ചോദിക്കുന്നത്? മോശമാണല്ലോ അല്ലെ? അപ്സരയാണിത്. അങ്ങനെ വളരെ രസകരമായിട്ട് നോക്കുക, ഒരു രാധയുടെ കൂടെ തോളത്തിരുന്ന് കൃഷ്ണൻ പോകുന്ന ഒരു പോക്ക് കണ്ടോ? എന്ത് രസകരമായിട്ടുള്ള പോക്കാ നോക്കിക്ക്. എന്റെ പൊന്നി, എന്റെ പേരെന്താ? പേരൊന്നും പറയാനൊന്നും ആയിട്ടില്ല. 6 മാസം പോലും ആയി കാണുമല്ലോ കുഞ്ഞു വാവയ്ക്ക്. കൃഷ്ണ വേഷമൊക്കെ കെട്ടിയിട്ട് 5.5 മാസം ആയിട്ടുള്ളൂ എന്ന് പറയുന്നു. കുഞ്ഞു വേഷമൊക്കെ കെട്ടിയിട്ട് വളരെ കുസൃതിയായിട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇപ്പം തന്നെ ഇത് രാധമാരുടെ തോൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടാണ് പല കൃഷ്ണന്മാരുടെയും പോക്ക്. ആ രീതിയിലാണ്. അങ്ങനെ രസകരമാണ്. എറണാകുളം നഗരം മുഴുവനും ഇങ്ങനെ ഗോപികമാരെ കൊണ്ടും കൃഷ്ണന്മാരെയും കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്തേക്കൊക്കെ ഗതാഗതം പൂർണ്ണമായിട്ട് നിരോധിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അനുജ,
അതാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. 24 എറണാകുളം നഗരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. നഗരവീഥി ആകെ രാധമാരും ഗോപികമാരും കണ്ണന്മാരും ഒക്കെയായി നിറഞ്ഞിരിക്കുകയാണ്. ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അവർ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്ക് മഹാശോഭയാത്രയായി എത്തും എന്നതാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് ശോഭായാത്രകൾ പുറപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെമ്പാടും നിന്ന് ഇത്തരം കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മൾ ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ തിരിച്ചെത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.